രാവിലെ എണിച്ചിട്ട് ഞാൻ നേരെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനായിട്ട് ഇരുന്നേ. പിന്നെ 2 ഉരുളൻകിഴങ്ങും നന്നാക്കി വെച്ചു. റീനമ്മ പരിപ്പും മുരിങ്ങയുടെ അരിയും അടുപ്പത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഉള്ളിയൊക്കെ ചതച്ചത് വറവിട്ടു കേട്ടോ. പിന്നെ പൊട്ടാറ്റോ വേഗം സ്ലൈസ് ചെയ്തിട്ടത് ഈ പരിവായി. നമ്മൾ മറ്റേ ഒരയ്ക്കാൻ സംഭവത്തും ഇട്ടായിരിക്കും നല്ല നൈസായിട്ട് കിട്ടും. പിന്നെ അതിൽ ഉപ്പും മുളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ഓയിലിട്ടിട്ട് വറുത്തെടുത്തു കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് ദോശയാണ് കേട്ടോ നമുക്ക്. പിന്നെ അമ്മയുടെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ അമ്മ പോകുമ്പോഴേക്കും മുന്നേ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അമ്മയ്ക്ക് പോകാൻ ടൈം വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദർശമായിട്ട് അമ്മേനെ ആക്കാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ഇത് ഉള്ളി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയിട്ടോ. പിന്നെ ഇത് ദോശ ഉണ്ടാക്കി തുടങ്ങി. ദോശമാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഇപ്പോൾ ദോശ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കി. ഇന്നത്തെ ചമ്മന്തി ചേച്ചിയുടെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അവളെടുത്ത് വിളിച്ച് ചോദിച്ച് എല്ലാതും മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ആദർശാൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ ഉള്ളി വെളുത്തുള്ളിയും തക്കാളിയും നന്നായിട്ട് വാട്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി കേട്ടോ. ഞാൻ എത്ര ഉണ്ടാക്കിയാലും ചേച്ചി ഉണ്ടാക്കുന്ന അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ മാറ്റി കഴുകി വെച്ചു. അങ്ങനെ സിങ്ക് ക്ലീൻ ആക്കി. അങ്ങനെ വീണ്ടും നമ്മുടെ സിങ്ക് നിറഞ്ഞു ഗൈസ്. ചായ കുടിച്ച പാത്രമൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകിച്ച് വേഗം ഞാൻ അടിച്ചോരി തുടക്കി. അപ്പോഴാണ് ആദർശൻ പറയുന്നത് നമുക്ക് സിനിമയ്ക്ക് പോകാൻ, നീ വേഗം പോയിട്ട് കുളിച്ച് മാറ്റി വായോ. ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് കുറേ പേരായിട്ട് ചോദിക്കുന്നു. അപ്പോൾ സൺസ്ക്രീൻ ഒക്കെ എന്തായാലും ഇടണം കേട്ടോ. സൺസ്ക്രീൻ ഇട്ട് ഞാൻ BB ക്രീമാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിട്ടതിന് ശേഷം മെബിലൈൻ്റെ മെഡിസിൻ എന്നുള്ളൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. അതിനുശേഷം ഞാൻ മാസിൻ്റെ കുബ്സൂറത്ത് കുച്ചിപ്പൊടി വെച്ചിട്ടൊന്നും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ പൗഡർ ഇടും. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ പുറപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. സ്കേർട്ട് ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ടോപ്പ് SM എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പോണ വഴിക്കൊക്കെ ആദർശനം എനിക്ക് ചീത്തിട്ടോ. ആദർശനം കുറേ നേരം എൻ്റെ അടുത്ത് പറഞ്ഞു വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് 10:15 സിനിമ തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 9:50 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എന്തായാലും മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് മാക്സിക്കാണ് നമ്മൾ പോണേ. ഒരു ഏതാണ്ട് 10-25 മിനിറ്റിൻ്റെ സമയമുണ്ട്. പക്ഷെ നമ്മൾ ഒരു 10 മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പറഞ്ഞതിനൊക്കെ ഞാൻ തിരിച്ച് ആദർശന് കൊടുത്തു. നമ്മൾ കാണാൻ വന്നേക്കുന്ന സിനിമ നമ്മുടെ മരണമാസ് ബേസിലിൻ്റെ ആണ് ഗൈസ്. അടിപൊളി സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിൽ ആദർശമായിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിരുന്നു. ഈ ഒരു തിയേറ്ററിലേക്ക് സെറ്റാണ് കേട്ടോ. ഇവിടുത്തെ AC അങ്ങനെ വക ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല കേട്ടോ. അത് കണ്ട് നമ്മൾ നേരെ ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആദർശൻ്റെ ഫോൺ എന്തായി നോക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അവിടെ പോയപ്പോൾ നമ്മുടെ ഫോൺ സെറ്റായിട്ടില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മുടെ ഫോൺ വാങ്ങിച്ചു പോന്നു. ഇനി അവിടെ വെച്ചിട്ട് കാര്യമില്ല, പ്രത്യേകിച്ച് ആ ഫോൺ കൊണ്ട് ഇനി ഉപകാരമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പോണ വഴിക്ക് നമ്മൾ ജിമ്മിക്ക് എന്തായാലും ജോയിൻ ചെയ്യണം. അപ്പോൾ വെള്ളിപ്പറമ്പ് എത്തിയപ്പോൾ അവിടെ ഒരു അടിപൊളി ജിം കണ്ടപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.